കുട്ടി ഇൻട്രോവേർട്ട് ഞങ്ങളുടെ ഇടയിലത്തെ ഇൻട്രോവേർട്ട് കുട്ടിയാണ്. അതെ, ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിനയിച്ചിട്ട് ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഗൈസ്. 1.5 വർഷത്തിന് ശേഷം. ഓക്കെ. പിന്നെ സർപ്രൈസ് നമ്മൾ കണ്ടു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് ഡേ? എനിക്കിന്ന് ഹാഫ് ഡേ ആയിരുന്നു, ഓഫ് ഡേ ആയിരുന്നില്ല, പക്ഷെ നല്ല കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. എനിക്കിന്ന് ഫുൾ ഡേ ആയിരുന്നു. അത് ഇന്നെന്ന് പ്രത്യേകിച്ച് പറയണ്ട, കാരണം കുട്ടിക്ക് ഇന്ന് ഫുൾ ഡേ ആണ്. സൺഡേ ആ സാറ് കാണാത്തതുകൊണ്ട് മാത്രം. കട്ട്ലേറ്റ് കട്ട്ലേറ്റ് വരണം. താങ്ക് യു. എനിക്ക് ഇഷ്ടമായി കാണാൻ. അപ്പോൾ 4 കട്ട്ലേറ്റ്. നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് എനിക്ക് പേരറിയില്ല. ബൂസ്റ്റ്, പിന്നെ നല്ല വലിപ്പം നോക്കിയുള്ള അതാണ് വലിയ സാധനം. വലിയ സാധനം പറഞ്ഞിട്ട് പകുതിയുള്ളൂ. ഞങ്ങൾക്കുണ്ട്. നമുക്ക് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ വിട്ടു പോകാം. നമ്മൾ സ്റ്റോറേജ് ഫുൾ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്ടിരിക്കും. അപ്പോഴേക്കും നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ പോകില്ല. അത് അവിടെ അടി നടക്കരുത്. ആരാണ് പറഞ്ഞു കൊടുക്കണം. അവിടെ കൺഫ്യൂഷൻ. ഇപ്പൊ അതിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും അഭി ചേച്ചിയില്ല. അഭി നോക്കി നിക്കണൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളാരെങ്കിലും ജോലിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അൽക്കിയാതെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത ബിൽഡിംഗാണിത്. ബാക്ക് സൈഡ് ഞങ്ങൾക്ക് നിൽക്കുന്നത് മെട്രോ സ്റ്റേഷൻ്റെ കുറേ ഓഫീസുകളുണ്ട്. സി വി ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈസിയാണ്. വരാനും ഈസിയാണ്, പിന്നെ കയറാനും ഈസി. ബിൽഡിങ്ങിൽ കയറാനും പറ്റും. നമ്മുടെ വിനേച്ചിയുടെ ഫ്രണ്ട്സിന് കിട്ടിയപ്പോൾ നമ്മളെ മറന്നു. ഇനി നമ്മൾ അടുത്തെന്താ നമ്മുടെ പരിപാടി? ഇന്ന് വീക്കെൻഡ് ആണ് കേട്ടോ ഗൈസ്. നാളെ നമുക്ക് ഓഫാണ്. നാളെ നമ്മൾ എന്താണ് ഓഫ് ഡേയിൽ എന്താണ് പരിപാടി ഇന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. നാളെ എണീറ്റാൽ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എണീക്കൽ അപ്പോഴാണ് ഒരു എല്ലാതും അപ്പനും ഫ്രണ്ട്സിനൊക്കെ കണ്ടു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. താങ്കളുടെ ഫ്രണ്ടിനെ 1.5 വർഷത്തിന് ശേഷം കണ്ടതിന് തോന്നിയ എക്സൈറ്റ്മെന്റ്. അവളാകെ മാറി. ലുക്ക് വൈസ് ആയാലും സ്വഭാവം വൈസ് ആണെങ്കിലും ഭയങ്കര മാറ്റം. മീൻസ് നല്ല മാറ്റം. നല്ലതാണല്ലേ? കാരണം ഞാൻ പറഞ്ഞല്ലോ, അവളൊരു ഇൻവെർട്ടർ ആയിരുന്നു, ഇപ്പോൾ റെഫ്രിജറേറ്റർ ആയി, എല്ലാം തുറന്ന് പറയുന്ന ഒരു കുട്ടിയായി. ഓപ്പൺ മൈൻഡ്. മെട്രോ സ്റ്റേഷനിലെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഓൾറെഡി പറ്റാറുണ്ട്. നമ്മളിപ്പോ നോട്ടീസ് ഞങ്ങളത് ആദ്യം ജീവിതത്തിന്റെ ഭാഗമാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നത് എന്തിനെ കുറിച്ച് സംസാരിക്കണം? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കുറിച്ച് സംസാരിക്കാൻ എന്നെ കുറ്റം പറയാം. ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്താണ് കഴിക്കാൻ വേണ്ടി പോകാൻ വിചാരിച്ചു. ആണ് ഗായ്സ് നമ്മൾ പോകുന്നത്. പുലാവ്
ദോശ വന്നു. ഞങ്ങൾ ഡിന്നറാണ് ഇന്നത്തെ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? അധികം ഇഷ്ടമായി. നമ്മുടെ പഴയ ടേസ്റ്റ് ആ പഴയ ദോശ അടിപൊളിയായിരുന്നു. ആ ഒരു ടേസ്റ്റ്. ഇത് ദുബായ് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ബൂസ്റ്റും ഹോർലിക്സ് ഫ്ലോപ്പ് ആയില്ലല്ലോ. ബൂസ്റ്റ് നമ്മുടെ അഭിച്ചേച്ച് ഓർഡർ ചെയ്ത ബൂസ്റ്റ് ഫ്ലോപ്പായി. ഞാൻ കുടിക്കാനൊന്നും നോക്കിയില്ല. കാരണം ഞാൻ മുന്നത്തെ സ്ഥലത്ത് നിന്ന് ഓൾറെഡി ചായ കുടിച്ചു. വീണ്ടും ചായ കുടിക്കാനുള്ള ഒന്നുമില്ല. ഒരു ദിവസം ഒരു ചായ. നല്ല ഭംഗിയിൽ കാണാം. എന്താണ് പിറ്റോണിയ അങ്ങനെ തന്നെയല്ലേ പറയാ. പിറ്റോണിയുടെ വെറൈറ്റീസ് ഉണ്ട് ദുബായിൽ. അതാണ് ആ പൂവിന്റെ പേരാണ് പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാം. നമ്മൾ സിഗ്നൽ കിടക്കാണ് ഗൈസ്. അവിടേക്കാണ് ഇപ്പോൾ. ഇനി നമ്മൾ എങ്ങോട്ട് പോകണമെന്നില്ലല്ലോ. നേരെ വീട്ടിക്കല്ലേ ചായ കുടിക്കണം. ഒരു വൈകുന്നേരം ഞങ്ങൾ ഇത്ര ചായ കുട്ടികളൊന്നുണ്ട് കുടിക്കണമെന്നറിയോ. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് പിന്നെ അടുത്തത് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.